ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഈയിടെയായിട്ട് കൊച്ചിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാനിങ്ങനെ ലെങ്തി വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാന്ന്. സോ ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 3:30 ആയി കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്ന ദിവസമാണ്. നേരത്തെ ഇറങ്ങുന്ന ദിവസമാണെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഇറങ്ങിയിട്ട് ചിക്കൻ മേടിക്കണം. ചിക്കൻ മേടിച്ചിട്ട് കൊച്ചിന് കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ചിക്കൻ ബിരിയാണി വ്ളോഗ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കുന്ന തൊട്ട് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി കൊച്ചിനെ വിളിച്ചിട്ട് വരും. കൊച്ചി ഇപ്പോൾ സമ്മർ ക്യാമ്പിലാണുള്ളത്. കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് അവന് ഞങ്ങൾ പോയിട്ട് കുറച്ച് ബലൂണൊക്കെ മേടിക്കും. ഇതുവരെ വീടൊന്നും ഡെക്കറേറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഈ ഫ്രൈഡേ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇന്നാണ് ശരിക്കും അവൻ്റെ ബർത്ത്ഡേ, July 21. ഇന്നിപ്പം മൺഡേ ആണ്. അപ്പം എല്ലാവർക്കും കുറച്ച് തിരക്കുള്ള ദിവസമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് ആണ് അവൻ്റെ ബർത്ത്ഡേ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനും ബിബിനും കൊച്ചും മാത്രമായിട്ട് ഒരു ചെറിയൊരു ആഘോഷം. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂട്ടാമെന്ന്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ വൈകിട്ട് പോയിട്ട് കൊച്ചിനെ സമ്മർ ക്യാമ്പിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഞാനും കൊച്ചും കൂടെ ഗോ ആൻഡ് ഗെറ്റ് സം ബലൂൺസ്. പിന്നെ അവന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആക്സിലോട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആക്സിലോട്ട ഇവൻ പറഞ്ഞു കേട്ടോ അതിനെക്കുറിച്ച് അറിയുന്നത്. ഒരു ജീവിയാണ്. അത് വലുതാകുമ്പോൾ ദാറ്റ്സ് എനിക്ക് എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചെന്നു. സാലമാൻഡറിൻ്റെ ബേബി സ്റ്റേജാണ് ആക്സിലോട്ട. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെറ്റ് പ്ലസിൽ പോയിട്ട് അത് മേടിച്ചായിരുന്നു. അപ്പോൾ അതായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് കൂടാണ്ട് ഇന്നിപ്പോൾ അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവൻ മേടിക്കട്ടെ. അപ്പം ഞാൻ അവനെയും കൊണ്ട് ഒരു ടോയ് ഷോപ്പിലൊക്കെ പോവും. അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. അവന് സ്റ്റഫി മതി എന്നാണ് പറയുന്നത്. സോ ഹി മേ പിക്ക് എ സ്റ്റഫി. അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. അവന് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഞാൻ അവന് കൊടുക്കും. പിന്നെ ഈ ബിബിൻ വൈകിട്ട് വരുമ്പോഴത്തേനും ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പം സോ വെൽക്കം ടു കുച്ചൂസ് ബർത്ത്ഡേ വ്ളോഗ്. ബർത്ത്ഡേ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ ഈ വ്ളോഗ് കാണുമ്പം ഓക്കെ, ദിസ് ഈസ് ഹൗ വി സെലിബ്രേറ്റഡ് മൈ 7th ബർത്ത്ഡേ എന്നുള്ളത് അവൻ ഓർത്തിരിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. രാവിലെ ഒന്നുമില്ല. രാവിലെ അവൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ അതവൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും കൊച്ചും കൂടെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവൻ്റെ ബർത്ത്ഡേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമ്മറിൻ്റെ സമയത്തായതുകൊണ്ട് അവൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അവൻ പോകുന്നത് സമ്മർ ക്യാമ്പിലാണ്. അപ്പോൾ സമ്മർ ക്യാമ്പിൽ അവന് ഇപ്പോൾ 2 വർഷമായിട്ട് അവൻ സെയിം സമ്മർ ക്യാമ്പിലാണ് പോകുന്നത്. അപ്പോൾ അവനൊരു കൂട്ടുകാരനുണ്ട്, നിക്കോളാസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് അവൻ്റെ മെയിൻ ഫ്രണ്ട്. പിന്നെ അവിടെയുള്ള സമ്മർ ക്യാമ്പിലുള്ള പിള്ളേർ അതൊക്കെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു സമയത്ത് അവന് ഫ്രണ്ട്സായിട്ടുള്ളത്. ബാക്കി അവൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ ഒന്നും ഇപ്പം 1 മാസമായിട്ട് കാണുന്നില്ല. അപ്പം ഞങ്ങൾ സമ്മർ ക്യാമ്പിലോട്ട് കുറച്ച് കഴിഞ്ഞ തവണ നമ്മൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തത്. ഇത്തവണ അവനൊരു ആഗ്രഹം അവൻ്റെ ഫ്രണ്ട്സിന് കപ്പ് കേക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊച്ചുവിൻ്റെ സമ്മർ ക്യാമ്പിൽ കൊണ്ട് കുറച്ച് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉള്ള കപ്പ് കേക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലോട്ട് പോന്നു. ഇപ്പോൾ ഈവനിങ് ആയി. അപ്പം നേരത്തെ ആദ്യമേ പറഞ്ഞ വ്ളോഗിൻ്റെ ഒരു തുടക്ക ഭാഗം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അതാണ് ഇത്രയും നേരം സംഭവിച്ചിട്ടുള്ളത്. രാവിലത്തെയൊക്കെ വീഡിയോസ് ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസായിട്ട് എടുത്തത്. 2 കൂടെ എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഇരുന്നോട്ടെ. So that's how this day is going on till now. Now it's 3:30 and ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് I'm going to എവിടെ ഞാൻ പറഞ്ഞു ചിക്കൻ മേടിക്കാനായിട്ട് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല ചിക്കൻ വേണം. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നല്ല കുറച്ച് എന്താ പറയുന്നത്, എല്ലൊക്കെയുള്ള ചിക്കനല്ലേ നല്ലത്. ഇവിടെ ഈ കോസ്കോയിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഇങ്ങനെ ബ്രസ്റ്റ് പീസ് മാത്രമാണ്. അതപ്പോൾ അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കി കൊള്ളത്തില്ല. So I will go to a Bangladeshi shop and get nice chicken. അപ്പോൾ see you in the Bangladesh.
അപ്പം നമ്മളിനി ബംഗ്ലാദേശി കടയിൽ വെച്ച് കാണുമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിച്ചില്ല. ഞാൻ സബോളയുടെ തൊലി ഓക്കെ സോറി. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. പക്ഷേ എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര ത്വര കയറി നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്നൊരു 25 മിനിറ്റ്സ് കൊണ്ട് ആ വീഡിയോ അങ്ങ് എടുത്തു. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്ക് വായിച്ച് തീരാറായി. ആൻഡ് ഐ ആം ഹൈലി മോട്ടിവേറ്റഡ് വിത്ത് ദാറ്റ് ബുക്ക്. അപ്പോൾ ആ ബുക്കിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കിപ്പോൾ തന്നെ കൈയോടെ അങ്ങ് പറയണമായിരുന്നു. കാരണം നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ആ ത്വര അങ്ങ് പോകും. സോ ഐ വാണ്ടഡ് ടു ടേക്ക് ദാറ്റ് വീഡിയോ. അപ്പോൾ ക്വിക്കായിട്ട് ഞാൻ അങ്ങ് വീഡിയോ എടുത്തു. പക്ഷേ എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ബംഗ്ലാദേശി കടയിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എൻ്റെ മൊത്തത്തിൽ ആ ഒരു ടൈം ടേബിൾ മൊത്തം തെറ്റി. അപ്പോൾ നമ്മൾ ഇനി ബംഗ്ലാദേശി കടയിലല്ല പോകുന്നത്. നമ്മൾ നേരെ പോയി കുച്ചുവിനെ പിക്ക് ചെയ്യാൻ പോവാണ്. കുച്ചുവിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ബംഗ്ലാദേശി കടയിൽ പോകാം. അല്ലെങ്കിൽ മൊത്തത്തിൽ എവറിത്തിങ് ഈസ് ലൈക്ക് തകിടം മറിയൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് കുറച്ച് സബോള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. കാരണം പെട്ടെന്ന് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് സബോള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. സോ ലെറ്റ് us go fast. How was your day, Kuchu? No, I have to get my balloons. Eh? We are going to get balloons. Amma is going to make a chicken biryani. And we are going to get balloon. പിന്നെ എന്താ കുച്ചു എന്താ ഗിഫ്റ്റ് വേണ്ട? ഇവിടെ കപ്പ് കേക്ക് എല്ലാം കഴിച്ചാ? When did they sing happy birthday? Yeah. വീഡിയോ എടുത്താ? And Miss Jess gave me a സമ്മർ ക്യാമ്പിന്റെ അകത്ത് ഇത് വലിയ ജിമ്മാണ്. എന്താ fish. കുച്ചു? You know goldfish? Yeah. How is your birthday going on? Good. Good? Yeah. ബംഗ്ലാദേശി കട. അപ്പം എൻ്റെ പാത്രങ്ങളും കുറേ ചട്ടികളും എല്ലാ സാധനങ്ങളും ഞാൻ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അല്ലേ കുച്ചു? Yeah. See, we have this. ഇങ്ങോട്ട് കാണിക്കും. We have this. ഏത് ചട്ടി നമുക്കുള്ളത്? നമുക്ക് ഈ ചട്ടിയുണ്ടോ? Shall we buy this? നല്ല രസമുണ്ട് അല്ലേ? Yeah. ഇവിടെ വരുമ്പം ഇങ്ങനെ ചട്ടികൾ മേടിക്കാൻ ഒരു ടെംപ്റ്റേഷൻ വരാറുണ്ട്. How much? ചിലപ്പോൾ ഇതിലൊരു ചട്ടി ഞാൻ മേടിക്കുന്നതായിരിക്കും. നമ്മുടെ മോരെ My face revealing. No, don't show my face. I'm never showing my face. I'll just show the camera. Now you're showing my face, right? Yeah. So I'm not Okay. gonna. അപ്പോൾ നമ്മൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾ ചിക്കൻ. അപ്പോൾ കുച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്ന? ചിക്കൻ ബിരിയാണി. And you have to give me balloons. And then we are going to get balloons. And കുച്ചുവിന് എന്ത് ടോയ്യാ വേണ്ട? എന്ത് ടോയ്യാ വേണ്ട? Stuffy? Yeah. No, I don't know. This is like base passion fruit, right? Yeah. Passion fruit. And this one is I just took. I have not drank it before. Coconut, eh? Yeah, coconut milk. Is it like that kind of thing? Pina colada? No, That's no. Tastes like. Yeah. Anyway, thank you. Thank you. Bye, bro. Bye. എനിക്ക് ഭയങ്കര ദാഹിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക്, ദിസ് ഇസ് കോക്കനട്ട് മിൽക്ക് ഡ്രിങ്ക് വിത്ത് പൈനാപ്പിൾ ഫ്ലേവർ. ലെറ്റ് മീ ടേസ്റ്റ് ഇറ്റ്. ബലൂൺ പ്ലീസ്. ക്യാൻ യു ഷോ എ ബലൂൺ? അപ്പോൾ കൊച്ചു ഹാപ്പി ബർത്ത്ഡേ ബലൂണൊക്കെ സെറ്റാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ തൊപ്പി മേടിച്ചു. പിന്നെ എന്തൊക്കെയാണ് മേടിച്ചു വെച്ചു? പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു വാട്ട് വാസ് ദിസ് ഒരു ഹാങ്ങിങ് മേടിച്ചു. പിന്നെ കൊച്ചിന് 7 വയസ്സിൻ്റെ ഒരു ക്യാൻഡിൽ മേടിച്ചു. പിന്നെ ഒരു പാക്കറ്റ് ഓഫ് ബലൂൺസ്. വെരി മിനിമൽ ഡെക്കറേഷൻ. കാരണം നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. കുറച്ച് പേരല്ല, ഞാനും ബിബിനും കുച്ചും മാത്രമല്ലേ ഉള്ളൂ ഇന്നത്തെ ഡെക്കറേഷൻ സെലിബ്രേഷൻ. കുച്ചുവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഓക്കെ, വിൽ ഗോ ഹോം നൗ ആൻഡ് മേക്ക് ചിക്കൻ ബിരിയാണി. I have to decorate it. Yeah. And I can't let Chipu out. Yeah. Can you do this, please? Mama, can you please? You go. ബിരിയാണി ഉണ്ടാക്കുന്ന കലാപരിപാടിയിലോട്ട് ഞാൻ കിടക്കാൻ പോവാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള. കുച്ചുതെ ബലൂൺ ഇവിടം വരെ എത്തി വീർപ്പിച്ച് ഒക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കട്ടെ. എനിക്കാണ് ഏറ്റവും വിശക്കുന്നത്. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല.
കുറച്ച് തിരക്കായിപ്പോയി. സോ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കട്ടെ. Everything is set for the ബിരിയാണി. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. Give me some chicken. Okay. 3, 2, 1. Okay, so guys, let us dum the biryani. Kuchu, are you excited to eat Amma's biryani? Yeah? ഇങ്ങോട്ട് കൊണ്ട് അടുത്തോണ്ട് കാണിക്കൂ കുച്ചു. I am. Can you bring it little close? കാണിക്കണ്ട. 2x? 2x വേണ്ട. ഇത് എൻ്റെ അമ്മയ്ക്ക്. അപ്പൊ നമുക്ക് അടുത്ത ചിക്കൻ ഇടാം. ദം ബിരിയാണി പിന്നെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു തന്നിട്ട് വേണമല്ലോ ഉണ്ടാക്കാൻ. എനിവേ ദിസ് ഇസ് മൈ സ്റ്റൈൽ ഓഫ് ബിരിയാണി. ഇതെങ്ങനെ ഉണ്ടാക്കിയതൊന്നും ഞാൻ കാണിച്ചില്ല. മൊത്തത്തിൽ എനിക്ക് വട്ടായി. ചിപ്പും ബലൂണും കുച്ചും എല്ലാം കൂടെ ഇവിടെ ഒരു Can you stop? ബഹളമായി ബഹളം. എനിവേ ഗൈസ്, ലെറ്റ് മീ ഫിനിഷ് ദം ഇൻ ദിസ് ബിരിയാണി. ഓക്കെ, Kuchi always leaves me like that. What all other colors you have? Where are the color? I like it. Which color? Wow! It looks Do nice. you like it, Cassie? Yeah. Yes. Orange is my favorite. Okay, there's a nice. That hole is nice. Can you fit that? Put it in that hole. No. In the middle. Amma will do. Time for cake cutting and eating chicken biryani. കുച്ചുവിനെ ഞാൻ മോളിൽ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ ഇനി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വി ആർ ഗോയിങ് ടു കട്ട് ദ കേക്ക് ആൻഡ് ഈറ്റ് ബിരിയാണി. അതായത് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. കേക്ക് അവസാനം മുറിച്ചപ്പോഴേ കേക്ക് അവസാനം മുറിച്ചപ്പോഴേ He likes it. You don't like it, right? No, I think he wants it.